إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فقد قال النبي صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞു إذا أصيب أحدكم بمصيبة നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല വിപത്തും ബാധിക്കപ്പെട്ടാൽ فليذكر مصيبته بي ഞാൻ കാരണമായി ഉണ്ടായ മുസീബത്തിനെ കുറിച്ച് അവൻ ഓർത്തുകൊള്ളട്ടെ فإنها أعظم المصائب കാരണം എല്ലാ ദുരന്തങ്ങളെക്കാളും എല്ലാ വിപത്തുകളെക്കാളും ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് അതിന്റെ മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഉമ്മത്തിനെ ബാധിച്ച ഏറ്റവും വലിയ വിപത്ത് അത് റസൂലിന്റെ മരണം തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മക്കയിൽ ജനിക്കുകയാണ്. അങ്ങനെ ജനിച്ചു വീണ മനുഷ്യരെല്ലാം മരിക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ശാശ്വതത്വം നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് നബിയെ താങ്കൾക്ക് മുൻപ് ഒരാൾക്കും ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. അഫഇൻ മിത്തഫഹുമുൽ ഖാലിദൂൻ എന്നിരിക്കെ നീ മരിക്കുകയും അവർ നിത്യവാസികളായി ജീവിച്ചിരിക്കുകയുമാണോ? അതൊരിക്കലുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഓരോ വ്യക്തിയും അവർ മരണം അനുഭവിക്കുന്നതാണ്, മരണം പുൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെല്ലാം മരണമടയുന്നതാണ്, അത് ഒരു കാലത്ത് നാശമടയുന്നതാണ് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മാസമാണ് റബീഉൽ അവ്വൽ മാസം. ആ റസൂലിന്റെ മരണ നേരത്തെക്കുറിച്ച് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഈ ലോകത്തോട് വിട പറയുന്ന ആ രംഗങ്ങൾ നാം ഒരിക്കൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയാനുള്ളത് ഹിജ്റ 7-ാം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവർ ഖൈബർ വിജയിച്ചടക്കുകയുണ്ടായി. അന്ന് യഹൂദിയായ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതാ ഒരു ആട്ടിന്റെ മാംസം നൽകുകയാണ്. അതിൽ വിഷം പുരട്ടിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഭക്ഷിക്കുകയാണ്. അങ്ങനെ അതിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തുപ്പിക്കളയുകയും തന്റെ സ്വഹാബത്തിനോട് അത് രുത് എന്ന് അവരെ വിലക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ഖൈബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അകത്തായ ആ വിഷാംശം അത് റസൂലുള്ളാഹി മരണപ്പെടുന്ന നേരത്തും അതിന്റെ വേദനകൾ, പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചതായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായി കാണാം. അങ്ങനെ ഹിജ്റ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഹിജ്റ 10-ലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹജ്ജ് നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റത്തവണ മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഖുദൂ അന്നി മനാസികകും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയെന്ന് വന്നേക്കില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക എന്ന് സഹാബത്തിനോട് പറയുകയാണ്. റസൂലുള്ളാഹി മരണത്തിലേക്കുള്ള സൂചനകൾ അവർക്ക് നൽകി തുടങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ സമ്മേളിച്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന ഇസ്ലാമിനെ ദീനായി കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, ആ ദീൻ പൂർത്തിയായിരിക്കുന്നു എന്ന ആയത്ത് അവതരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു വിലക്കുകളും ദീനിന്റെ വിഷയത്തിൽ അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് ദീൻ പൂർണ്ണമാക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർണ്ണമാവുകയാണ്. ഇനി ഒരു വിടവാങ്ങൽ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഏതാ ദുൽഖഅദയും ദുൽഹിജ്ജയും പൂർത്തിയാക്കി ഹിജ്റ 11-ാം വർഷത്തിലേക്ക് റസൂലുള്ളാഹി കടക്കുകയാണ്. അങ്ങനെ മുഹറമും കഴിഞ്ഞു. സഫറിന്റെ അവസാനമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിലെ ശുഹദാക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോവുകയാണ്. അവിടെ സന്ദർശിക്കുകയും തിരിച്ചു വന്നതിന് ശേഷം ബഖീഇലേക്ക് പോവുകയും അവിടെ മറമാടപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയുമാണ്. അങ്ങനെ ഒരു ദിവസം ബഖീഇൽ നിന്നും ഒരു ജനാസ മറമാടിയതിനു ശേഷം റസൂലുള്ളാഹി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മഹദിയായ ആയിഷ പറഞ്ഞു, റസൂലുള്ളാഹി എന്തൊരു തലവേദനയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തലവേദനയുടെ പ്രയാസം പറയുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ എനിക്കും കഠിനമായ തലവേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന്റെ തുടക്കം ഇവിടെയായിരുന്നു. അതിന്റെ ആരംഭം അവിടെയാണ്. അത് സഫർ മാസത്തിന്റെ അവസാന സമയത്തായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഭാര്യമാരുടെ അടുത്തും റസൂലുള്ളാഹി താമസിക്കുകയാണ്, കഴിച്ചു കൂട്ടുകയാണ്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി ചോദിക്കുമായിരുന്നു, ഐന അന ഗദൻ, ഞാൻ നാളെ ആരുടെ അടുക്കലാണ്, നാളെ ആരെ അടുക്കലാണ് ഞാൻ താമസിക്കേണ്ടതെന്ന ചോദ്യം റസൂലുള്ളാഹി ചോദിക്കുമായിരുന്നു. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ താമസിക്കാൻ റസൂലുള്ളാഹി അതിയായി താല്പര്യപ്പെട്ടിരുന്നു എന്നായിരുന്നു അതിന്റെ അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമാവുകയാണ്. ആ സന്ദർഭത്തിൽ മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എണീറ്റ് നടക്കാൻ പോലും പ്രയാസമാകുന്ന വിധം റസൂലുള്ളാഹി തളരുകയാണ്, അശക്തനായി തീരുകയാണ്. അങ്ങനെ മറ്റുള്ള ഭാര്യമാരുടെ സമ്മതത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലിനെ മാറ്റുകയാണ്. മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് അതുപോലെ അലി റളിയല്ലാഹു അൻഹുമ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് മരിക്കുന്നത് വരെ റസൂലുള്ളാഹി കഴിച്ചു കൂട്ടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ റബീഉൽ അവ്വലിലെ വ്യാഴാഴ്ച കടന്നെത്തുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 5 ദിവസം മുൻപാണ്. റസൂലിന് രോഗം അതിശക്തമാവുകയാണ്. ചുട്ടുപൊള്ളുന്ന ശക്തമായ പനി റസൂലിനെ അനുഭവപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോട് പറയുകയാണ്, തന്റെ ദേഹത്തേക്ക് വെള്ളം കോരിയൊഴിക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ശരീരത്തിൽ വെള്ളം കോരിയൊഴിക്കുമ്പോൾ ഒരൽപ്പം ആശ്വാസവും സമാധാനവും ലഭിക്കും. അങ്ങനെ പള്ളിയിലേക്ക് പോയി തന്റെ സ്വഹാബത്തിന് ചില വസിയ്യത്തുകൾ, ചില ഉപദേശങ്ങൾ നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ റസൂലിനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തുകയും റസൂലിന്റെ മേൽ വെള്ളം ഒഴിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് എത്തുകയുമാണ്. അങ്ങനെ മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നു, ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. അവരിഷ്ടമുള്ളത് അവൻ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ പക്കലുള്ള സ്വർഗ്ഗം തിരഞ്ഞെടുക്കുവാനുള്ള ഒരവസരം അല്ലാഹു ഒരടിമയ്ക്ക് നൽകി. അങ്ങനെ ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ അല്ലാഹുവിന്റെ പക്കലുള്ള സ്വർഗ്ഗത്തെ തിരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സദസ്സിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു അതോരോന്നും. കാരണം ആ വ്യക്തി അത് അള്ളാഹുവിന്റെ റസൂലായിരുന്നു. റസൂൽ ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ പക്കലുള്ള സ്വർഗ്ഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി അവർക്ക് ഉപദേശങ്ങളെല്ലാം നൽകിയതിനു ശേഷം വീട്ടിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. വീട്ടിൽ ഭാര്യമാരെല്ലാവരും ഉണ്ട്. ആ സമയത്ത് റസൂലിന്റെ കരളിന്റെ കഷ്ണമായ പൊന്നോമനയായ മകൾ ഫാത്തിമ അവിടേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മർഹബൻ ബിബിനതി, ആ മകളെ ആദരിച്ചുകൊണ്ട് അവരെ റസൂലിന്റെ അരികിൽ അവരെ ഇരുത്തുകയാണ്. എന്നിട്ട് മഹദിയായ ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറയുകയാണ്. ഇത് കേട്ട ഉടനെ അവർ പൊട്ടിക്കരയുകയാണ്. അവരുടെ കരച്ചിൽ സഹിക്കവയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ഫാത്തിമയെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു സ്വകാര്യം വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവർ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു. ഇതിനുശേഷം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ രഹസ്യത്തെക്കുറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് വരെ ആ സ്വകാര്യം അവർ ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ റസൂലിന്റെ മരണശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രഹസ്യം അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായി കാണാം. എന്തായിരുന്നു? ആദ്യമായി റസൂലുള്ളാഹി ഫാത്തിമയോട് പറഞ്ഞു, എല്ലാ വർഷവും റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്ന് ഒരു തവണ ഖുർആൻ മുഴുവൻ കേൾക്കാറുണ്ട്, ഖുർആൻ പഠിക്കാറുണ്ട്, ഞങ്ങൾ ഖുർആൻ കേൾക്കാറുണ്ടെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്നാൽ ഈ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മക്കൾ 2 തവണ വന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് പറയുന്നു. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, വ ഇന്നി ലാ ഉറൽ അജല ഇല്ലാ ഖദ് ഇഖ്തറബ, എന്റെ അവധിയായിട്ടുണ്ട്, എന്റെ വിടവാങ്ങൽ അടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അതിലൂടെ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നീ ക്ഷമ അവലംബിക്കുക, ക്ഷമ മുറുകെ പിടിക്കുക. ഫഇന്നഹു നിഅമസ് സലഫു അന ലകി, ഞാൻ നിനക്കെത്ര നല്ല മുൻഗാമിയാണെന്ന് റസൂലുള്ള പറയുകയാണ്. ഇത് കേട്ടപ്പോൾ വാപ്പയുടെ വിലാപം, വാപ്പ ദുനിയാവിൽ നിന്ന് വേർപെടുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ സഹിക്കവയ്യാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. അപ്പോൾ റസൂലുള്ള വീണ്ടും വിളിച്ചു പറഞ്ഞു, യാ ഫാത്തിമതു അമാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത നിസാഇ ഹാദിഹിൽ ഉമ്മ, സ്വർഗ്ഗത്തിലെ മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അവരുടെ നേതാവാകുന്നതും താങ്കൾ തൃപ്തിപ്പെടുന്നില്ലയോ? മറ്റൊരു റിവായത്തിൽ കാണാം, ഫഅഖ്ബറനി അന്നി അവ്വലു മൻ അത്ബഅഹു മിൻ അഹ്ലി, നബിയുടെ കുടുംബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആദ്യമായി ചെന്നെത്തുന്നത് ഞാനാണ് എന്ന കാര്യം റസൂലുള്ള എന്നെ അറിയിച്ചപ്പോൾ ഞാൻ സന്തോഷിക്കുകയും ഞാൻ ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലിന്റെ മരണശേഷം 6 മാസക്കാലം മാത്രമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. 6 മാസത്തിന് ശേഷം അവരും മരണപ്പെടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാം നബിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഒരു വസ്ത്രം മൂടിയിട്ടുണ്ട്. അങ്ങനെ ആ വസ്ത്രം മൂടിയത് കാരണം ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആ വസ്ത്രം അല്പം ചില സമയങ്ങളിൽ നീക്കുന്നതാണ്. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂത ക്രൈസ്തവരായ ആളുകൾ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു, അവിടെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അഥവാ ജൂത ക്രൈസ്തവരായ ആളുകൾ അവരവരുടെ അമ്പിയാക്കന്മാരുടെ നബിമാരുടെ ഖബറുകൾ അത് സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ പോയി ആരാധനകളും ഇബാദത്തുകളും എല്ലാം സമർപ്പിക്കുകയാണ്. ഈ ശിർക്കിനെതിരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതുകളായിരുന്നു ആ മരണനേരത്ത് പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. മരണാസന്നനായി കിടക്കുമ്പോഴും ഒന്ന് സംസാരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന് വേണ്ടി സംസാരിക്കുകയാണ്. അല്ലാഹുവിന് നൽകേണ്ട അവകാശങ്ങൾ, ഇബാദത്തുകൾ അതൊരാൾക്കും സമർപ്പിക്കപ്പെടാൻ പാടില്ല, അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്കിനെതിരെയുള്ള താക്കീതുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം അത് ഖബറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഖബറുകളെ ഒരു സ്ഥാനിന് മീതെ ഉയർത്തുകയും അവിടെ പോയി ആരാധനകളും സുജൂദുകളും നേർച്ചകളും ബലികളും അതുപോലെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾ, അവിടെ പോയി സത്യം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് എത്രയോ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് മരണനേരത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു നമസ്കാരത്തെ കുറിച്ചുള്ള ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതരായി കിടക്കുകയാണ്. അവിടുന്ന് ബോധം വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ള ഭാര്യമാരോട് ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ, അവരുടെ നമസ്കാരം കഴിഞ്ഞുവോ? ഭാര്യമാർ പറഞ്ഞു, ലാ ഹും യൻതദിറൂനക്, ഇല്ല, അവർ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, താങ്കളുടെ വരവും കാത്ത് അവരെങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ള ഭാര്യമാരോട് പറഞ്ഞു, വഉലി മാഅൻ ഫിൽ മിഖ്മദ്, ഒരു പാത്രത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ വെള്ളം കൊണ്ടുവരിക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. റസൂലുള്ള അതിൽ നിന്ന് തന്റെ മുഖമൊക്കെ കഴുകി എഴുന്നേൽക്കുമ്പോഴേക്കും വീണ്ടും ബോധക്ഷയനായി റസൂലുള്ള വീണ്ടും വീഴുകയാണ്. റസൂലുള്ള വീണ്ടും എഴുന്നേൽക്കുകയാണ്. റസൂലുള്ള വീണ്ടും ചോദിക്കുന്നു, അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ, അവരുടെ നമസ്കാരം കഴിഞ്ഞുവോ? അങ്ങനെ വീണ്ടും ഒതുവെടുക്കുകയാണ്. വീണ്ടും റസൂലുള്ള ബോധക്ഷയനായി വീഴുകയാണ്. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുകയുണ്ടായി. അവസാനം റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള പള്ളിയിലേക്ക് ഒരാളെ അയക്കുകയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിൽക്കാൻ റസൂലുള്ള നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതരായി കിടക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലിന്റെ മരണശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കാൻ, ഇസ്ലാമിന്റെ അധികാരം അതിലേറ്റവും യോഗ്യനായവൻ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും ഇതിൽ നിന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗത്തിന് ചെറിയൊരു ആശ്വാസം വരികയാണ്, ആശ്വാസം തോന്നുകയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമായി നമസ്കരിക്കുന്നുണ്ട്. റസൂലിന്റെ വരവ് മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നോട്ട് വരാൻ നിൽക്കുകയാണ്. റസൂലുള്ള ആംഗ്യം കാണിച്ചു,
താങ്കൾ അവിടെ തന്നെ നിൽക്കുക എന്ന് അബൂബക്കറിനോട് ആംഗ്യം കാണിക്കുകയാണ്. എന്നിട്ട് റസൂലിന്റെ അരികിൽ പോയി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി റസൂലുള്ളാഹി ഇരുന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ റസൂലിനെ ഇമാമാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്തുടരുകയും അബൂബക്കറിനെ ഇമാമാക്കി ജനങ്ങൾ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ആ നമസ്കാരം അവർ പൂർത്തിയാക്കുകയാണ്. ഇത് വ്യാഴാഴ്ചയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇമാമായി നേതൃത്വം നൽകിയിട്ടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കഠിനമായപ്പോഴും ആ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് രോഗത്തിന് അല്പം ശമനം തോന്നുമ്പോൾ റസൂലുള്ള പള്ളിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ആരോഗ്യമുണ്ട്, പള്ളിയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. ദുനിയാവിന്റെ തിരക്കുകൾ, ദുനിയാവിന്റെ ജോലികൾ മറ്റും പറഞ്ഞുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന നാം ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഇന്ന് നാം എത്ര പേർ സുബഹി നമസ്കാരത്തിലും ജമാഅത്തായി പങ്കെടുത്തു? നാം ഓരോരുത്തരും ആലോചിക്കുക, സ്വയമായി വിചാരണ ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന അവസാന നേരത്ത് പോലും അവിടുന്ന് പറഞ്ഞതായി കാണാം, അസ്സലാ, നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കുക, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അതിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. കാരണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവൻ അവൻ മറ്റുള്ള ഇബാദത്തിന്റെ കാര്യത്തിലും അങ്ങേയറ്റം ശ്രദ്ധയുള്ളവനായിരിക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവൻ അവൻ മറ്റുള്ള ഇബാദത്തുകളുടെ കാര്യത്തിലും അപ്രകാരം തന്നെയായിരിക്കും. അലസനും മടിയനുമായിക്കൊണ്ട് മറ്റുള്ള ഇബാദത്തുകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം വീഴ്ചയുള്ളവനായിരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന, അവിടുത്തെ പ്രയാസം അത് മൂർധന്യാവസ്ഥയിലെത്തുകയാണ്. വേദനയ്ക്ക് മേൽ വേദനയും പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസവും അശക്തതയ്ക്ക് മേൽ അശക്തതയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനെ സന്ദർശിക്കുകയാണ്. അദ്ദേഹം റസൂലിന്റെ പുതപ്പിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, റസൂലേ മാ അശദ്ദഹാ അലൈക്, ശക്തമായ ചൂട് റസൂലേ താങ്കൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് റസൂൽ പറഞ്ഞു, ഇന്നാ കദാലിക് യുദഅഫു ലനൽ ബലാ വയുദഅഫു ലനൽ അജ്ർ, ഞങ്ങൾ അമ്പിയാക്കന്മാർ അപ്രകാരമാണ്, ഞങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ അത് ഇരട്ടിയായിരിക്കും, അതിനുള്ള പ്രതിഫലവും അതുപോലെ ഇരട്ടിയായി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം റസൂലിനെ സന്ദർശിക്കുകയാണ്. റസൂലിന് ശക്തമായ പനി അനുഭവപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലേ താങ്കൾക്ക് ശക്തമായ പനി അനുഭവപ്പെടുന്നുണ്ടല്ലോ. റസൂൽ പറയുന്നു, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേർക്ക് പനി, രണ്ടുപേർക്ക് ബാധിക്കുന്ന വേദനയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തിരിച്ച് മറുപടി നൽകുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹി വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനേക്കാൾ മരണവേദന അനുഭവിച്ച മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാവുകയാണ്. തിങ്കളാഴ്ച സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിനായി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ തയ്യാറെടുക്കുകയാണ്. സഹാബികൾ എല്ലാവരും സഫിൽ അണിയണിയായി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ആ മറ നീക്കിക്കൊണ്ട് പള്ളിയിലേക്ക് നോക്കുകയാണ്. സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. സഹാബത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകുമെന്ന് സഹാബികൾ അതിയായി ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ റസൂൽ പറഞ്ഞു, റസൂൽ അവരുടെ ആംഗ്യത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറയുകയും ആ വിധിമാറും റസൂലുള്ളാഹി നീക്കുകയുമാണ്. അങ്ങനെ സഹാബികളെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിലായി അവർ സുബ്ഹ് നമസ്കരിക്കുകയും അവരൊക്കെ നമസ്കാരത്തിന് ശേഷം പിരിഞ്ഞു പോവുകയും ചെയ്തു. കാരണം റസൂലിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അവരെല്ലാം കരുതിയത് റസൂലിന്റെ രോഗത്തിന് ഒരൽപ്പം ശമനമുണ്ട്, ഒരൽപ്പം കുറവുണ്ട് എന്ന് കരുതി അവർ മദീനയുടെ പല ഭാഗങ്ങളിലേക്കായി അവർ പോവുകയാണ്. എന്നാൽ റസൂലിന്റെ രോഗം അന്ന് മൂർച്ഛിക്കുകയാണ്. റസൂൽ അബോധാവസ്ഥയിലാവുകയാണ്. അപ്പോൾ അതാ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കടന്നു വരുന്നു. ഫാത്തിമ പറഞ്ഞു, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് യാതൊരു വേദന ഉണ്ടാവുകയില്ല, യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ലെന്ന് മഹദിയായ ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 12 മുഹാസമയമാവുകയാണ്. അതാ മഹാനായ അബ്ദുറഹ്മാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങേയറ്റം ക്ഷീണിതനാണ്, അങ്ങേയറ്റം അവശനാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ
റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ താങ്കൾക്ക് ഞാനത് മേടിച്ചു തരണോ? അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ സഹോദരനായ അബ്ദുറഹ്മാനിൽ നിന്നും ആ മിസ്വാക്ക് റസൂലിന് വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ തന്റെ വായയിൽ വെച്ച് പരുക്കനായ മിസ്വാക്കിനെ ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മിസ്വാക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അവിടുന്ന് ദന്തശുചീകരണം നടത്തുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അരികിലുണ്ടായിരുന്ന ആ വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് റസൂലുള്ള കയ്യെത്തുകൊണ്ട് തന്റെ മുഖം ഇങ്ങനെ തടവുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്, മരണത്തിന് പ്രയാസമുണ്ടെന്ന് റസൂലുള്ള പറയുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി വർഹംനി വഅൽഹിഖ്നി ബിർ റഫീഖിൽ അഅല. അല്ലാഹുവേ റഫീഖുൽ അഅലയിൽ എന്നെ നീ ചേർക്കണമേ, അല്ലാഹുവേ അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ, അഥവാ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ അല്ലാഹുവേ എന്നെ നീ ചേർക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവ് ഒഴിവാക്കി അല്ലാഹുവിന്റെ പക്കലുള്ള സ്വർഗ്ഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് ഉയർത്തിയ കയ്യടാം താഴേക്ക് കുടഞ്ഞു വീഴുകയാണ്, താഴേക്ക് പതിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞുപോയി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫലമ്മാ ഖറജത് നഫ്സുഹു ലം അജിദ് റീഹൻ ഖത്തു അത്യബ മിൻ. റസൂലിന്റെ റൂഹ് വിട പറഞ്ഞപ്പോൾ അതിനേക്കാൾ സുഗന്ധമുള്ള, റസൂലിന്റെ ശരീരത്തെക്കാൾ പരിമളമുള്ള മറ്റൊന്നും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലെന്ന് അവിടുന്ന് പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ നബിയായ, അല്ലാഹുവിന്റെ റസൂലായ, അല്ലാഹുവിന്റെ ഖലീലായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനോട് വിട പറയുകയാണ്. മദീന മുഴുവൻ ഇരുട്ടിലാവുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഫലമ്മാ കാന അൽ-യൗമു അല്ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. റസൂലുള്ള മരണപ്പെട്ട ദിവസം മദീന മുഴുവൻ ഇരുട്ടിലാവുകയാണ്, മദീന മുഴുവൻ ദുഃഖത്താൽ തളം കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ റസൂലിന്റെ മരണ വാർത്തയാതാം തീ പടരുന്നത് പോലെ മദീനയിലാകമാനം വ്യാപിക്കുകയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല. വല യബഅസന്നഹു അല്ലാഹു അദ്ദേഹത്തെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്, വീണ്ടും അല്ലാഹു അദ്ദേഹത്തെ നിയോഗിക്കുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി തന്റെ സമൂഹത്തിൽ നിന്ന് 40 ദിവസം മാറി നിന്നതുപോലെ മുഹമ്മദ് നബി 40 ദിവസം മാറി നിന്നതാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആകെ പരിഭ്രാന്തിയാവുകയാണ്. ഈ സമയത്ത് മരണവാർത്ത അറിഞ്ഞ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് ദ്രുതഗതിയിൽ അവിടേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ആരോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. നേരെ കടന്നു ചെല്ലുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്കാണ്. അവിടെ കടന്നു ചെന്നുകൊണ്ട് റസൂലിന്റെ മുഖത്തെ വിരിപ്പ് മാറ്റി ആ 2 കണ്ണുകൾക്കിടയിലായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഈ ദുനിയാവിൽ അല്ലാഹു 2 മരണം നിശ്ചയിച്ചിട്ടില്ല. കാരണം ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി ഇനിയും ജീവിക്കും, ഇനിയും മടങ്ങി വരുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് പറയുകയാണ്, അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മിത്തഹ. അല്ലാഹു താങ്കൾക്ക് നിശ്ചയിച്ച, അല്ലാഹു താങ്കൾക്ക് രേഖപ്പെടുത്തിയ ആ മരണം അത് താങ്കൾ മരിച്ചിരിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ മദീനയിലെ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്തും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ നിന്ന് ആളുകളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി മരിച്ചെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹം അത് നിഷേധിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇജ്ലിസ് ഉമറെ, താങ്കൾ ഇരിക്കുക. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ കൂട്ടാക്കിയില്ല. വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഇരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അതിന് വിസമ്മതിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുകയും ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ പ്രസംഗം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് ജനങ്ങളെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിയുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തെ അവർ ഗൗനിക്കാതിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ശാന്തനായി അവിടെ ഇരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്, ആ യാഥാർത്ഥ്യം, ആ സത്യം ജനങ്ങളോട് വിളംബരം ചെയ്യുന്നു. ഫമൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി ഇതാ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. തീർച്ചയായും അല്ലാഹു അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ കയറി പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ അദ്ദേഹം അവിടെ പാരായണം ചെയ്യുകയാണ്. ഒന്നാമത്തെ വചനം ഏതാണ്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. മുഹമ്മദ് നബിയോടായി അല്ലാഹു പറഞ്ഞില്ലേ,
മുഹമ്മദ് നബിയെ താങ്കൾ മരിക്കുന്നവനാണ്, അവരും മരിക്കുന്നതാണ് എന്ന ആയത്ത് ആദ്യമായി ഓതുകയാണ്. രണ്ടാമത് വീണ്ടും ഓതുന്നു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഒരു റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, ആ മുഹമ്മദ് നബിക്ക് മുൻപും ധാരാളം പ്രവാചകന്മാർ റസൂലുമാർ കടന്നുപോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും, ആ നബിമാരൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയോ അതല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് പിറകോട്ട് പോവുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഈ ആയത്തിറങ്ങിയത് ഹിജ്റ 3-ാം വർഷത്തിൽ ഉഹുദ് യുദ്ധത്തിന്റെ വേളയിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഉഹുദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ ആരോ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ സമയത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ അവർ യുദ്ധത്തിൽ നിന്ന് അവരുടെ ആവേശവും ശക്തിയും ഒക്കെ ചോർന്നുപോയി അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആ യുദ്ധത്തിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. ഈ സമയത്താണ് അള്ളാഹു ആയത്തിറക്കുന്നത് റസൂൽ മരണപ്പെട്ടാൽ, റസൂൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ഈ ദീനിൽ നിന്നും തിരിച്ചു പോവുകയാണോ എന്ന ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആയത്ത് കേട്ടതോടുകൂടി സ്വഹാബികളെല്ലാം കരയുകയാണ്, അവർ മുഴുവൻ കരച്ചിലാവുകയാണ്. ഹദീസ് ഉദ്ധരിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതുന്നത് വരെ ജനങ്ങൾക്കൊക്കെ ആ ആയത്ത് അറിയാത്തതുപോലെയായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആ ആയത്ത് കേട്ടുപഠിക്കുകയും അവരൊക്കെ അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരായത്ത് ഓതിയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ശാന്തമാവുകയാണ്, അവരുടെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുകയാണ്, അവരുടെ ഈമാൻ അത് ശക്തിയാർജിക്കുകയാണ്. റസൂലിന്റെ മരണം അംഗീകരിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ഉമർ പോലും അദ്ദേഹം പറയുന്നുണ്ട്, ആ ആയത്ത് ഞാൻ അന്ന് പാരായണം ചെയ്തതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നും ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ആ ആയത്ത് ഓതിയപ്പോൾ എന്റെ കാലുകൾക്ക് നിൽക്കാൻ കഴിയാതെയായി, ഞാൻ ഭൂമിയിലേക്ക് പതിച്ചുപോയി. അത്രയും അർത്ഥം ഗംഭീരമായ ആയത്തുകളായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പാരായണം ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. റസൂൽ അല്ലാഹുവിന്റെ അടിമയാണ്, അബ്ദുൻ ലാ യുഅബദ്, റസൂൽ ഒരിക്കലും ആരാധിക്കപ്പെടാൻ പാടില്ല, ഇബാദത്തിന്റെ ഒരു ഇനങ്ങളും റസൂലിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടാൻ പാടില്ല. സഹായദാനങ്ങളും നേർച്ചകളും ബലികർമ്മങ്ങളും നമ്മുടെ എല്ലാം അല്ലാഹുവിന്റെ മുൻപിലാണ് നാം സമർപ്പിക്കേണ്ടത്. അതുപോലെ റസൂലുൻ ലാ യുകദ്ദബ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, ആ റസൂൽ കൊണ്ടുവന്ന ദീനിനെ കളവാക്കാൻ പാടില്ല, അതിനെ അംഗീകരിക്കുകയും ആ ദീനിൽ ക്ഷമയോടുകൂടി നിലനിൽക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന പാഠമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ അവിടുന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അവർ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. നാം റസൂലിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? സാധാരണ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ റസൂലിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കുളിപ്പിക്കണോ, അതല്ല റസൂലിനെ അതേ വസ്ത്രത്തിൽ തന്നെയാണോ കുളിപ്പിക്കേണ്ടത് എന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉറക്കം നൽകുകയാണ്, അവരെല്ലാവരും ഉറക്കത്തിലാവുകയാണ്. ആ സമയത്ത് ആ റസൂലിന്റെ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആരോ ഒരാൾ വിളിച്ചു പറയുകയാണ്, ആരാണെന്നറിയില്ല, റസൂലിനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തോടു കൂടി കുളിപ്പിക്കുക. അങ്ങനെ സഹാബികളെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റ് അങ്ങനെ അവർ റസൂലിന്റെ വസ്ത്രത്തോടു കൂടി തന്നെ അവർ കുളിപ്പിക്കുകയാണ്. വസ്ത്രത്തിന്റെ മുകളിലൂടെയായിരുന്നു കൈകൾ കൊണ്ട് അവർ കഴുകിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹും മറ്റു സഹാബികളും എല്ലാം ചേർന്ന് റസൂലിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഗസ്സൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഫജഅൽതു അൻദുറു മാ യകൂനു മിനൽ മയ്യിതി ഫലം അറ ശൈഅ, സാധാരണ ഒരു മരിച്ച വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒന്നും ഞാൻ റസൂലിൽ കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, വകാന തയ്യിബൻ ഹയ്യൻ വമയ്യിത, റസൂൽ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടതിന് ശേഷവും അവിടുന്ന് സുഗന്ധമുള്ള വ്യക്തിയായിരുന്നു. റസൂലിന്റെ മയ്യത്തിൽ നിന്ന് റസൂൽ ജീവിച്ചിരിക്കുമ്പോഴും റസൂൽ മരണപ്പെട്ടതിന് ശേഷവും റസൂലിന്റെ ശരീരത്തിൽ നിന്നും സുഗന്ധമായിരുന്നു വന്നിരുന്നതെന്നും മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. പിന്നീട് 3 കഫൻ തുണികളിലായി, വെളുത്ത തുണികളിലായി റസൂലിനെ കഫൻ ചെയ്യുകയാണ്. ജനങ്ങൾ ഓരോരുത്തരായി വന്ന് നമസ്കരിക്കുകയാണ്. ഒരാൾ ഇമാമായി നിന്ന്
എല്ലാവരും നമസ്കരിക്കുന്ന രീതിയായിരുന്നില്ല. മറിച്ച് ഓരോരുത്തർ കടന്നു വന്ന് അവർ നമസ്കരിക്കുകയാണ്. ആദ്യം പുരുഷന്മാർ, പിന്നീട് കുട്ടികൾ, പിന്നീട് സ്ത്രീകൾ, പിന്നീട് അടിമകൾ, അങ്ങനെ ഓരോരുത്തരായി കടന്നു വന്ന് റസൂലിന്റെ മയ്യത്ത് നമസ്കരിക്കുകയാണ്. അങ്ങനെ ബുധനാഴ്ച രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കുകയാണ്. റസൂൽ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് ഖബറടക്കേണ്ടത്. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ അഥവാ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടുന്നത്. അതൊരിക്കലും പള്ളിയുടെ ഉള്ളിലല്ല, പള്ളിയുടെ പുറത്താണ്. പിന്നീട് വന്ന ഭരണാധികാരികൾ മസ്ജിദിനെ വികസിച്ചപ്പോൾ അത് അതിന്റെ ഉള്ളിലായി എന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് പള്ളിയുടെ പുറത്ത് തന്നെയാണ് റസൂലിന്റെ ഖബർ ഉണ്ടായിരുന്നത്. അങ്ങനെ റസൂലിനെ അവർ ആ ഖബറിലേക്ക് മറമാടുകയാണ്. അങ്ങനെ മറമാടി തിരിച്ചു വരുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. യാ അനസു, അല്ലയോ അനസ്, അതാബത് അൻഫുസുകും അൻ തഹ്ഫു അലാ റസൂലില്ലാഹി തുറാബ്, എങ്ങനെയാണ് അനസേ റസൂലിന്റെ മേൽ മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് അനുവദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. റസൂലിന്റെ 13 കൊല്ലം സേവനമനുഷ്ഠിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനും ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കി അവരെല്ലാം തിരിച്ചു വന്നു. റസൂലിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ചരിത്രം നാം പഠിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, ഗുണപാഠങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് നാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെടുമായിരുന്നു. അവിടുന്ന് ഒരു കവി പറഞ്ഞതായി കാണാം, അൽ മൗതു ലാ വാലിദൻ യുബ്ഖി വലാ വലദ വലാ സഗീറൻ വലാ ശൈഖൻ വലാ അഹദ. മരണം ഒരാളെയും ബാക്കിയാക്കുന്നില്ല. ഉപ്പയെന്നോ മകനെന്നോ ചെറിയവനെന്നോ പ്രായമുള്ളവനെന്നോ ആരെയും വ്യത്യാസമില്ലാതെ മരണം ഒരാളെയും ഒഴിവാക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഉമ്മത്തിന് വേണ്ടി അദ്ദേഹത്തെ അല്ലാഹു എന്നെന്നും നിലനിർത്തിയിട്ടില്ല. ലൗ ഖല്ലദല്ലാഹു ഹയ്യൻ ഖബ്ലഹു, മുഹമ്മദ് നബിക്ക് മുമ്പ് ആരെങ്കിലും അല്ലാഹു ഇവിടെ ശാശ്വതത്വം നൽകുമായിരുന്നുവെങ്കിൽ ഖലദ മുഹമ്മദ് നബിക്കും അള്ളാഹു ശാശ്വതത്വം നൽകുമായിരുന്നു. കാരണം എന്തുകൊണ്ടും അതിന് യോഗ്യനായവൻ മുഹമ്മദ് നബിയാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ അള്ളാഹു ഒരാൾക്കും ഈ ദുനിയാവിൽ ശാശ്വതത്വം നൽകിയിട്ടില്ല. എന്നിട്ട് പറയുന്നു, ലിൽ മൗതി ഫീനാ സിഹാമുൻ ഗൈറു മുഖ്തിഅത്തിൻ മൻ ഫാതഹു അൽയൗമ സഹ്മുൻ ലം യഫുത്ഹു ഗദാ. മരണത്തിന്റെ അസ്ത്രം, മരണത്തിന്റെ അമ്പ് അത് നമ്മിലേക്ക് വന്നു പിടിക്കുന്നതാണ്. മലക്കുൽ മൗത്ത് ഒരിക്കലും റൂഹ് തെറ്റിപ്പിടിക്കുകയില്ല. മരണത്തിന്റെ അമ്പ് അതാരെയാണോ പിടിക്കേണ്ടത് അവനെ തന്നെ അത് വന്ന് പതിക്കുന്നതാണ്. ഇന്ന് മരണത്തിന്റെ അസ്ത്രം തറക്കാതെ പോയവൻ, ആ മരണത്തിന്റെ അമ്പിൽ നിന്നും ഇന്ന് രക്ഷപ്പെട്ടവൻ, അവന്റെ മേൽ നാളെ അത് വന്ന് പതിക്കുന്നതാണ്. അതുകൊണ്ട് തീർന്നു പോകുന്ന ഈ കബളിപ്പിക്കുന്ന ഈ ദുനിയാവിന്റെ വിഭവങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നവൻ അവന് യാതൊന്നും സംഭവിക്കാനില്ല. അവൻ ദുനിയാവിന്റെ ആളുകളോട് ആ ദുനിയാവിന്റെ പേരിൽ അതിൽ മത്സരിക്കുകയില്ല എന്നും ആ കവി പറയുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും ഒരു ദിവസം നമുക്ക് യാത്ര പറയാനുണ്ടെന്ന വലിയ പാഠമാണ് റസൂലിന്റെ മരണം നമ്മോട് വിളിച്ചോതുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും നന്നാക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. അതിനുള്ള പാതയം നാം തയ്യാറാക്കി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.